ഹലോ ഗൈസ്, ഞാൻ വെട്ടമുള്ളൊരു സ്ഥലം നോക്കി ഇവിടെ എത്തി. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം സമയം കാണാൻ പറ്റുന്നുണ്ടോ? 3:49. ആൻഡ് വെളുപ്പകാലത്ത് നമ്മൾ എണീച്ച് ഒരു തെയ്യം കാണാൻ പോവാം. ദിസ് ഈസ് മൈ ഫസ്റ്റ് തെയ്യം. കാണാൻ പറ്റുമായിരിക്കും എന്നാണ് വിശ്വാസം. കാര്യം നമ്മൾ ഇന്നലെ ഒരു സൈറ്റിൽ കണ്ടു, ഇന്ന് രാവിലെ തെയ്യം ഉണ്ടത്. ഇല്ലാത്ത പെർമിഷനൊക്കെ ഒപ്പിച്ച് നൈറ്റ് ഔട്ട് ഒക്കെ എടുത്ത്, ഇപ്പോൾ ഏർലി മോർണിംഗ് പോകണമെങ്കിൽ നമ്മൾ നൈറ്റ് ഔട്ട് എടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ നൈറ്റ് ഔട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് തെയ്യം കാണാൻ പോവാം. ഓട്ടോ വന്നിട്ടുണ്ട്, പോകാം. കാര്യം ഓട്ടോ വന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ദിയ പെർമിഷൻ ലെറ്ററും കൊണ്ട് പോകുന്ന പോക്കാണത്. നമ്മൾ നൈറ്റ് ഔട്ടും കൊടുത്ത് അതിൻ്റെ കൂടെ പിന്നെ ഒരു പെർമിഷൻ ലെറ്റർ എഴുതി കൊടുത്ത് പിന്നെ ഇവിടുത്തെ ഹോം രജിസ്റ്ററിൽ എഴുതണം. കറക്റ്റ് മറ്റേ വീട്ടിൽ പോകാൻ എന്തൊക്കെ പ്രൊസീജിയറുണ്ട് അതുണ്ട്. ആക്ച്വലി നമ്മൾ രാവിലെ 3:30 പുറത്ത് പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഏർലി മോർണിംഗ്. കാണിക്ക്. ആ ചേട്ടാ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി. ഓക്കെ, നമ്മൾ ഇല്ലാത്ത പെർമിഷനും വാങ്ങിച്ച് തെയ്യം കാണാൻ പോകും. തെയ്യം അങ്ങനെ ഒരു അമ്പലം ഉണ്ടായാൽ മതി എന്നാണ് ഇപ്പം. കാണുമായിരിക്കും. എന്തൊക്കെ ജസ്റ്റ് ഒരു സൈറ്റിൽ കണ്ട് പോസ്റ്റർ കണ്ട് ചാടി പുറപ്പെട്ടോണ്ട് ശരിക്കും ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, നമ്മളവിടെ എത്തിപ്പെടുമോ എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവിടെ എത്തിപ്പെട്ടതിൻ്റെ സന്തോഷ പ്രകടനമാണ് കണ്ടത്. ചെന്നപ്പോഴും ഒരു ഉത്സവ വൈബ്, നിറയെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ്. തെയ്യം നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശരിക്കും ഷോക്കായത്. ശരിക്കും അവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ചോട്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരുടെ തല മാത്രം കാണാമായിരുന്നു. പിന്നെ കുറേ ചേട്ടന്മാർ ഫോണിലെടുക്കുന്ന ടിപ്പ് നോക്കിയിരുന്നു. അവസാനം എവിടുന്നോ നമുക്കൊരു കസേര കിട്ടി. ആ കസേരയുടെ മുകളിൽ ദിയ വലിഞ്ഞു കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ ഞാൻ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് വേറെ പണി ഇല്ലാത്തതുകൊണ്ട് അവിടെ നടന്ന് കുറേ സെൽഫി വീഡിയോയും പിന്നെ ഈ ആൾക്കാരുടെ തലയുടെ വീഡിയോ ഒക്കെ എടുത്ത്. കുറേ പേരുടെ തല കിട്ടില്ലേ? കിട്ടുന്നുണ്ടോ? ദിയ പിന്നെ കുറേ ട്രൈ ചെയ്തിട്ട് ഒരു ക്ലിപ്പ് ഒപ്പിച്ച്. ശരിക്കും നമ്മൾ ഈ ക്യാമറയിൽ കൂടെ സൂം ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. അതേ ഉള്ളായിരുന്നു വഴി. ഇപ്പം കണ്ട ക്ലിപ്പ് ഞാൻ കസേര കയറി നിന്ന് ഫോണിൽ സൂം ചെയ്തെടുത്തതാണ്. പിന്നെ ദിയ എടുത്ത നല്ല ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ തെയ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് തെയ്യം കാവിലോട്ട് പോയപ്പോൾ ആൾക്കാരെല്ലാം നേരെ എൻ്റെ പുറകിൽ പോയി. 5 മിനിറ്റിനകത്ത് അവിടെ ഒറ്റ മനുഷ്യരില്ലാണ്ടായി. അപ്പോഴാണ് നമ്മളൊന്ന് ആ കനലുള്ള സ്ഥലത്ത് ചെല്ലുന്നത്. അവിടെ പിന്നെ പുകയും കനലും മാത്രമേ ഉള്ളായിരുന്നു. ഗൈസ്, നമ്മൾ തെയ്യം കണ്ടിട്ട് വന്ന് തെയ്യം കാണാൻ പോയിട്ട് ആൾക്കാരുടെ തലയും കുറെ ക്യാമറയും കണ്ടിട്ട് ഫോൺ ക്യാമറ. അതെ, ദിയ പിന്നെ കസേര കയറിയെന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തൊക്കെയോ കണ്ടു. എന്നിട്ട് നമ്മൾ 6 മണിയായതേ ഉള്ളൂ പോയി കിടന്നുറങ്ങാൻ പോന്നു. ഓക്കെ, ബൈ.